ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു തബലയാണ്. അത് കുപ്പി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ 2 കുപ്പി കട്ട് ചെയ്താണ് ഈ കാണുന്ന തബല നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കും. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു മോർഫിസിൻ്റെ കുപ്പിയാണ്. മോർഫിസിൻ്റെ കുപ്പി ഓൾറെഡി ഞാൻ അതിൻ്റെ ഹെഡ് പൊട്ടിച്ചതാണ്. അത് മീനിട്ടെടുക്കാൻ വേണ്ടി പൊട്ടിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇനി അത് പൊട്ടിക്കാൻ വേണ്ടി കാണിക്കാൻ എൻ്റെ കയ്യിൽ കുപ്പി ഇല്ലാത്തതുകൊണ്ട് പൊട്ടിച്ച് കാണിച്ചിരുന്നില്ല. വേറൊരു കുപ്പി പൊട്ടിക്കുന്നത് കാണിച്ചു തരാം, എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ നമ്മൾ ഈ ഷേപ്പിൽ ഇത്രയും ഹൈറ്റിലാണ് നമുക്കിത് വേണ്ട. അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്തതിന് ശേഷം അതിന് ഏകദേശം ആ ലെവലിൽ നൂല് കെട്ടണം. മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ മാർക്ക് ചെയ്യൊന്നും വേണ്ട. ആ ലെവലിൽ ഹൈറ്റ് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ 2 ലെയറായിട്ട് നൂല് കിട്ടുക. ഇത് കുറച്ച് ക്വാളിറ്റി കൂടി നൂലാണ്, സാധാരണ നൂലല്ല. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് ടൈറ്റാക്കിയതിന് ശേഷം അതെ, എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ല ഷേപ്പാക്കിയതിന് ശേഷം വേണ്ടത് മണ്ണെണ്ണയാണ്. അത് ഫ്ലെക്സ് ക്യൂക്ക് അന്നാരും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ മണ്ണെണ്ണ കുപ്പിയിലാക്കി വെച്ചാൽ, ഞാനിങ്ങനെ വേസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊന്നും ഒഴിവാക്കാത്തതുകൊണ്ട് ഓരോന്നിനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇങ്ങനെ പശ ചേർന്നപ്പോൾ അതിൽ മണ്ണെണ്ണ നിറച്ച് വെച്ചാണ് ബ്രഷ് ക്ലീൻ ചെയ്യാനും ഇതിനൊക്കെ ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന മണ്ണെണ്ണ തന്നെയാണ്. അപ്പോൾ ഇത് മണ്ണെണ്ണയാണ്. അപ്പോൾ ഈ മണ്ണെണ്ണ ഈ ലെയറിൽ ഇങ്ങനെ ഒറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അത് കത്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആ സൈഡിൽ തീ കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചുറ്റുക. നന്നായിട്ട് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ചുറ്റുക. അതെ, ഇപ്പോൾ എല്ലായിടത്തും പടർന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇവിടെ എല്ലാ സ്ഥലത്തും പടർന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നന്നായിട്ട് സർക്കിൾ ചുറ്റി കൊടുക്കുക. അപ്പോൾ ചുറ്റി കൊടുക്കുമ്പോൾ എല്ലായിടത്തും ചൂടാവുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഇതൊരു അപകടകരമായ കാര്യമാണ്. അപ്പോൾ ഇത് ഏകദേശം പൊട്ടി. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ മറുപുറം ഞാൻ കാണിച്ചു തരുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ചെറുതായിട്ടൊരു അപകടം പറ്റി. അപകടം എന്ന് പറയുമ്പോൾ എനിക്കൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ എൻ്റെ ഫോണ് വെള്ളത്തിൽ വന്ന് വീണുപോയി. അപ്പോൾ വീഴുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ. അപ്പം എല്ലാവരും ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. എനിക്ക് പറ്റിയ അപകടം ഇതാണ്. അപ്പം ഈ കുപ്പി ഹീറ്റായപ്പം കുറച്ച് പ്രഷറായപ്പോൾ അത് അപ്പോൾ പൊട്ടിക്കുമ്പോൾ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഉപയോഗിച്ചത് കൊണ്ടാണത് പൊട്ടിയത്. ക്യാപ്പ് ഉപയോഗിച്ചുകൊണ്ട് കൂടി മാത്രമല്ല, അതിൻ്റെ പ്രഷർ കൂടിയപ്പോഴും, പിന്നെ കുപ്പി കുറച്ച് ക്വാളിറ്റിയുള്ള കുപ്പിയാണ്, അതുകൊണ്ടാണ് പൊട്ടിയത്. അപ്പോൾ അത് വിടും, നമുക്ക് കുഴപ്പമൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ ഓയിൽ പ്രൈമറാണ് ഇവിടെ അടിക്കുന്നത്. ഈ ഓയിൽ പ്രൈമർ മാത്രമേ അടിച്ചിട്ടുള്ളൂ. അതിന് മേലെ പിന്നെ വേറെ പെയിൻറ്റൊന്നും നമ്മൾ അടിക്കുന്നില്ല. അപ്പോൾ ഈ ഓയിൽ പ്രൈമർ പറയുമ്പോൾ ഓയിൽ പ്രൈമർ ഡയറക്റ്റ് അടിച്ചാൽ മതി. അപ്പോൾ ഈ ഓയിൽ പ്രൈമർ ഡയറക്റ്റ് അടിച്ചാൽ മതി. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഫില്ലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങിയതിന് ശേഷമാണ് ഇതൊരു 4-5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്ത കുപ്പിയാണ്. അപ്പോൾ നമുക്കൊരു കാർഡ്ബോർഡ് ആവശ്യമുണ്ട്. അപ്പോൾ കാർഡ്ബോർഡിൻ്റെ ചുറ്റും നമ്മൾ സർക്കിൾ രൂപത്തിൽ ഇങ്ങനെ വെട്ടിയെടുക്കണം. അപ്പോൾ ഈ വെട്ടിയെടുത്തത് നമ്മൾ തബലേൻ്റെ ഹെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സർക്കിൾ അതിന് വേണ്ടിയിട്ടുള്ള ഷേപ്പിൽ നമ്മൾ ആക്കിയെടുക്കുക. 2 സൈഡൊക്കെ നന്നായിട്ട് ഒരതി ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു കുപ്പീൻ്റെ മേലെ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ടും ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പർ എന്താണെന്ന് വെച്ചാൽ തബലേൻ്റെ ബേസ്, അതായത് അത് നിൽക്കുന്ന സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതേമാതിരി പേപ്പർ ചുരുട്ടിയതിന് ശേഷം ഒന്ന് റീൽ നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കുക. അപ്പം നല്ല ഉറപ്പിൽ നിന്നോളും. ഇല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കെട്ടി കൊടുക്കുന്നത്. അതെ, ഈ സ്റ്റാൻഡിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് കെട്ടിയത്. അപ്പോൾ ഇനി വേണ്ടൊരു വാട്ടർ ട്യൂബാണ്. ചെറിയ വാട്ടർ ട്യൂബാണ് നമ്മൾ യൂസ് ചെയ്തത്. അത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ തബലയുടെ സൈഡിലുള്ള ഒരു പൊന്തി കിടക്കുന്നൊരു സാധനമുണ്ട്, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം യൂസ് ചെയ്തത്. അപ്പോൾ അത് പെയിൻറ്റ് അടിക്കേണ്ടത്, പ്രൈമർ അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ അക്രിലിക് പെയിൻറ്റാണ് നമ്മൾ പഠിച്ചത്. കുഴപ്പമില്ലാത്ത രീതിയിൽ അത് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങിയതിന് ശേഷം നമുക്ക് അതെടുത്തൊരു ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇത് എംസീലാണ്ടർ മിക്സ് ചെയ്തതിന് ശേഷം ഈ സർക്കിളിൻ്റെ ചുറ്റും ഒട്ടിക്കാൻ പോകുന്ന എംസീലാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് ഒട്ടിച്ചു തുടങ്ങുക. നൂല് ഒട്ടിച്ചു തുടങ്ങിയതിന് ശേഷം നേരെ ഇവിടെ വീഡിയോയിൽ കാണുന്ന പോലെ എംസീൽ പീസായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം താഴത്തേക്ക് വലിച്ചു കൊടുക്കുക. മേലെ ഗമ്മിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുക, ഇത് ചുറ്റുന്ന വരെ. അപ്പോൾ വളരെ സിമ്പിളാണ്. എംസീലായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ സിമ്പിളായിട്ട് നടക്കും. ക്ലേ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എംസീൽ വെച്ച് ചെയ്തത്. എംസീലാകുമ്പോൾ നല്ല ടൈറ്റിൽ നിന്നോളൂ. അപ്പോൾ ഇങ്ങനെ അത് കൊടുത്തു പോവുക. അപ്പോൾ നേരത്തെ കണ്ട അപകടം ആരും കണ്ട് പേടിക്കേണ്ട. ആ കുപ്പിയുടെ പ്രഷർ കൂടുതലായതുകൊണ്ടും, പിന്നെ കുപ്പി കുറച്ച് ക്വാളിറ്റിയുള്ള കുപ്പി ആയതുകൊണ്ടും, ഞാൻ ചൂടാക്കിയത് ഒരുപാട് നേരം ആയതുകൊണ്ടുമാണ് ഇത് പൊട്ടിയത്. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. എൻ്റെ ഫോൺ വെള്ളത്തിൽ വീണതൊന്നും കുഴപ്പമില്ല. ഫോണൊരു കുഴപ്പമില്ല. ഫോണിൽ തന്നെയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു ഒക്കെ ഇതിലാണ്. ഒരു സെക്കൻഡ് നേരത്തേക്ക് അത് വെള്ളത്തിൽ വീണിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം ഭാവിയിൽ. അപ്പോൾ ഓക്കെ, നമ്മളത് കട്ട് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ രണ്ട് തബലയും നമുക്ക് ആയിക്കഴിഞ്ഞു. ചെണ്ട എന്നാണ് വരുന്നത്, കുഴപ്പമില്ല, തബലയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നടുവിലൊരു ബ്ലാക്ക് പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്.
അപ്പോൾ സിമ്പിളായിട്ട് 2 പോയിൻ്റ് വരയ്ക്കുക, വട്ടം വരയ്ക്കുക, ബ്ലാക്ക് കളർ കൊടുക്കുക. അക്രിലിക് പെയിൻറ്റ് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒക്കെ ഒന്നിൻ്റെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതും കൂടി കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഇതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ വക്ക്, അതിൻ്റെ സൈഡ് നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ആ പേപ്പർ നമുക്ക് കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ നമ്മൾ കവർ ചെയ്യുന്നത്. ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. ചുറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ച് നിർത്തുക. അപ്പോൾ ഇതാണ് നമ്മൾ തബല. സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാവുന്നതാണ്. മോർഫിസിൻ്റെ കുപ്പീൻ്റെ ഹെഡ് പൊട്ടിക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. അതുകൊണ്ടാണ് മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ രീതിയിൽ ഉണ്ടാക്കുക, ട്രൈ ചെയ്യുക എല്ലാവരും. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.